ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻകൂർ ജാമ്യം തേടി ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസ് കൊല്ലം ജില്ലാ കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വരുന്ന വിവരം. ശങ്കരദാസ് മുൻകൂർ ജാമ്യത്തിന് വീണ്ടും ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈക്കോടതി കഴിഞ്ഞ തവണ ചോദിച്ചു ശങ്കരദാസിനെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. വിജയകുമാറിനെ പിന്നീട് അറസ്റ്റ് ചെയ്തു. ശങ്കരദാസിന്റെ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണോ SIT അറസ്റ്റ് ചെയ്യാത്തത്? ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുന്നതും അത് ചൂണ്ടിക്കാട്ടിയാണോ? അരുൺ, ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ KP ശങ്കരദാസ്. അതായത് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. 84 വയസ്സുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊല്ലം ജില്ലാ കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ശങ്കരദാസ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, അതായത് നേരത്തെ ഈ പത്മകുമാർ ഒറ്റയ്ക്കാണ് തീരുമാനമെടുത്തത് എന്നുള്ള വാദത്തിൽ രണ്ടുപേരും, അതായത് ശങ്കരദാസും വിജയകുമാറും ഉറച്ചു നിൽക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ ചെറിയ മാറ്റമുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ആ തീരുമാനം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണം എന്നുള്ളതായിരുന്നു ആ തീരുമാനം. അത് തിരുവാഭരണം കമ്മീഷണർ അളവ് നോക്കിക്കൊണ്ട്, തൂക്കം നോക്കിക്കൊണ്ട് അത് തിട്ടപ്പെടുത്തിയ ശേഷം മാത്രമേ കൊടുത്തുവിടാവൂ. ദേവസ്വം സ്മിത്ത് അടക്കമുള്ളവരുടെ സാന്നിധ്യം ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ആ നടപടിക്രമങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. പക്ഷേ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെടുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകണം എന്നുള്ള ആവശ്യമാണ് KP ശങ്കരദാസിന്റെ വാദം എന്ന് പറയുന്നത്. നേരത്തെ വിജിലൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ സാങ്കേതികമായി അവിടെ നൽകാൻ കഴിയാത്തത് കൊണ്ട് പിന്നീട് ജില്ലാ കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പക്ഷേ SITയെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ വിമർശനം വന്നിരുന്നത് തൊട്ടു പിന്നാലെയാണ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അത് വേണ്ട. അതായത് എങ്ങനെയാണോ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ കാര്യത്തിൽ SIT എടുത്തിട്ടുള്ള നിലപാട്, സമാനമായി തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശങ്കരദാസിന് തൽക്കാലം ഒരു ഇളവ് എന്നുള്ള നിലയ്ക്കാണ് ഈ SIT നിലപാടെടുത്തത്. പക്ഷേ ഇന്ന് ഹൈക്കോടതി എങ്ങനെയാണ് അതിനെ കാണുക എന്നുള്ളതാണ് വളരെ നിർണായകം. രണ്ടുപേരിൽ ഒരാളെ മാത്രം എങ്ങനെ പുറത്തു നിൽക്കുന്നു എന്നുള്ള ചോദ്യം ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നാൽ SIT അത് വലിയ പ്രതിസന്ധിയിലാക്കും. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ഹരിയാണ് ചേർത്തത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എങ്ങനെയാണ്?